ഹലോ കൂട്ടുകാരെ, ഏതസ് കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം. നമുക്കിത് തോരൻ വെക്കാം. തോരൻ എന്ന് പറയുമ്പോൾ ചിങ്ങപ്പയറുണ്ടല്ലോ, ചിങ്ങപ്പയറും ശകലം ക്യാരറ്റും എല്ലാം വിട്ട് നല്ലൊരു തോരൻ വെക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റവ് കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുകയാണ്. തവ ചൂടായി, എണ്ണയും ചൂടായിട്ടുണ്ട്. ഞാൻ കടുകിടുവാണ്. കടുകിനോടൊപ്പം തന്നെ നമ്മുടെ തൊമരയുണ്ടല്ലോ, ഈ സാമ്പാർ തൊമരയാണെങ്കിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ട്, ഒത്തിരി ഇനം ഉണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ സാമ്പാറിന് വെക്കുന്ന തൊമരയാണ് ഇടുന്നത്. ഇതൊന്ന് മൂത്ത് വരട്ടെ. പച്ചമുളക് ഇടുവാണ്. പിന്നെ കറിവേപ്പില ഇവിടെ. നല്ലൊരു ടേസ്റ്റ്. നമ്മൾ ചിലപ്പോൾ ഉഴുന്നിടത്തില്ലേ, അരി ഇടത്തില്ലേ. അപ്പം തൊമരയും നമുക്ക് ഈ കടുക് വറുക്കുന്നതിനകത്തിട്ട് അരി, തൊമര, ഉഴുന്നൊക്കെ നമുക്ക് കടുക് തോരൻ വെക്കുന്നതിന് ഒക്കെ ഇട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. മൂത്തിട്ടുണ്ട്. എല്ലാം ഞാനത് മഞ്ഞൾപ്പൊടി ഇടുവാണ്. ഇതിനകത്തോട്ട് തന്നെ തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അപ്പം ചിലരാണെങ്കിൽ ഈ തോരനകത്ത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഈ ജീരപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കുന്നവരുണ്ട്. നമുക്ക് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇതാകുമ്പോൾ ഞാൻ പിന്നെ നമ്മളിപ്പോൾ വൈകിട്ടത്തെ കൂടി ഇരുന്നാലും നമുക്ക് സ്മെല്ലെടുക്കാനും ഒന്നും പോകത്തില്ല. നല്ല തോരനായിട്ട്, ഫ്രഷ് തോരനായിട്ട് തന്നെ നമുക്ക് വൈകിട്ടത്തേക്കും കിട്ടും. കാരണം തേങ്ങ ഒന്ന് വഴറ്റുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഈ അച്ചിങ്ങപ്പയറുണ്ടല്ലോ, നമ്മുടെ വലിയ അച്ചിങ്ങപ്പയർ, അതാണ് എടുത്തത്. അതിനോട് ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ട് ഇടുവാണ്. പിന്നെ ഒരു ക്യാരറ്റും പച്ചമുളകും. ആവശ്യമുള്ള ഉപ്പ്, ലേശം ജീരകപ്പൊടി കേട്ടോ. നമ്മൾ തോരൻ ജീരകപ്പൊടി ഇവിടെയൊക്കെ ചേർക്കും. എല്ലാം ഒന്നും വഴണ്ടിട്ടുണ്ട്. നമുക്ക് ചെറുതീയിൽ ഒരു ചെറിയ ആവി എടുക്കാം. ഒരു ശകലം വെള്ളം മതി. കാരണം പച്ചക്കറി, ഈ പയർവർഗ്ഗങ്ങളൊന്നും നമുക്ക് കൂടുതൽ വേവാൻ പാടില്ല. ഒരു ആവി കയറി ഒന്നും മയങ്ങുകയും ചെയ്യാതെ. അപ്പം ഞാൻ ചെറുതീയിലൊന്ന് വെക്കുകയാണ്. നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. ആവി കയറിയതേ ഉള്ളൂ, ഒത്തിരി വേവരുത്. ശകലം കരിയാപ്പില. ഞങ്ങൾക്ക് കരിയാപ്പില്ല. ഞങ്ങൾ ഈ അയലത്തുള്ള വീടുകളിൽ നിന്നാണ് കരിയാപ്പില എടുക്കുന്നത്. അല്ലെങ്കിൽ അച്ഛനും പണിക്ക് പോകുന്നിടത്തുനിന്ന് കരിയാപ്പില എടുത്തുകൊണ്ട് വരും. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കും. ചിലപ്പോൾ ലാസ്റ്റൊക്കെ വരും ശകലം വാടും. കാരണം ഈ നമ്മൾ കവറിൽ നിന്ന് എടുക്കുന്ന സാധനം അന്നേരം തന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ അത് വാടത്തില്ല. ഒരു ശകല സമയം വെളിയിലോട്ടിരുന്ന് പോയാൽ അതിന് അങ്ങനെയാണ്. ഞാൻ വാടിയ അപ്പോൾ ഒരു ചേച്ചിനോട് വെച്ച് നിങ്ങളുടെ വീട്ടിൽ കരിയാപ്പില ഇല്ലയോ? ഇല്ല, എൻ്റെ വീട്ടിൽ കരിയാപ്പില്ല. അപ്പം നമ്മുടെ തോരൻ ഇഷ്ടപ്പെട്ടല്ലോ, ഈ ചിങ്ങപ്പയർ തോരൻ ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക.